വെൽക്കം ടു ഓൾ. SSLC മാർച്ച് 2022 മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി അത് മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിൽ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹിയർ പ്രോഗ്രാം അവിടെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. അതിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യമായി പൈത്തൺ ഓപ്പൺ ചെയ്യാം. പൈത്തൺ ഓപ്പൺ ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ്, IDLE. ഈ പ്രോഗ്രാമിലെ പുതിയ ഒരു എഡിറ്റിംഗ് പേജ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഫയലിലെ ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അനുയോജ്യമായ ഒരു വിൻഡോ ലഭിച്ചിട്ടുണ്ട്. നമുക്കിതിലെ ഈ ന്യൂ എന്ന് ലഭിച്ചിരിക്കുന്ന ഈ പേജിലാണ് ഇത് നമുക്ക് വർക്കുകളെല്ലാം ചെയ്യേണ്ടത്. നമുക്ക് ഈ പ്രോഗ്രാം എൻ്റർ ചെയ്ത് തുടങ്ങാം. ഞാനതിൻ്റെ എൻ്റർ ചെയ്യാനുള്ള സൗകര്യത്തിന് ഈ പ്രോഗ്രാം നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നേരത്തെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ പ്രോഗ്രാം തന്നിട്ടുണ്ട്, ആ പ്രോഗ്രാം അതുപോലെ നോക്കി ടൈപ്പ് ചെയ്യുക. എളുപ്പത്തിന് വേണ്ടി ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചത് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുകയാണ്. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്നുള്ളതാണ് ആദ്യത്തെ വരി. അതിനുശേഷം നമുക്കിവിടെ കാണാം for I in range എന്നുള്ള ആ ഒരു കമാൻഡാണ് ടൈപ്പ് ചെയ്യുന്നത്. ഈ കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കറിയാം അവിടെ ഫുൾ കോളൻ കാണുന്നുണ്ട്, അതൊന്നും വിട്ടുപോകാതെ തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ അടിക്കുമ്പോൾ I എന്നുള്ളതിന് താഴെയാണ് അടുത്ത ലൈൻ വന്ന് നിൽക്കുന്നത്. അവിടെ തന്നെയാണ് ഈ if എന്ന് തുടങ്ങുന്ന ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടത്. അതിനുശേഷവും ഒരു ഫുൾ കോളം കാണുന്നുണ്ട്, എൻ്റർ കീ അടിച്ചാൽ വന്ന് നിൽക്കുന്നത് അതിന് മധ്യഭാഗത്ത് ആയിട്ടായിരിക്കും. നമുക്ക് അടുത്ത കമാൻഡ് ചേർക്കാം, കളർ എന്നുള്ള കമാൻഡ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കളർ എന്നുള്ള ടൈപ്പ് ചെയ്യുമ്പോൾ COLOR തന്നെ ആയിരിക്കണം. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കഴ്സർ വന്ന് നിൽക്കുന്നത് സിയുടെ തൊട്ട് താഴെയാണ്. പക്ഷേ നമുക്ക് ചോദ്യത്തിൽ നോക്കിയാൽ കാണാം എൽസ് നിൽക്കുന്നത് ആ അലൈൻമെൻറ്റിലല്ല, ഈഫ് എന്നതിന് തൊട്ട് താഴെയാണ്. അതുകൊണ്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് എൽസ് എന്നുള്ള കമാൻഡിലേക്ക് പോവുകയാണ്. ഇനി അടുത്തതായിട്ട് എൽസ് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അവിടെയും ഒരു ഫുൾ കോളൻ ഉള്ളതുകൊണ്ട് അതിന് തൊട്ട് താഴെ മധ്യഭാഗത്തായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത കമാൻഡ് നമുക്കവിടെ ചേർക്കാം. എൽസിന് ശേഷമുള്ള കമാൻഡ് കളർ പിങ്ക് എന്നുള്ള കമാൻഡാണ്. അതിന് ശേഷം നമുക്ക് കാണാം പെൻ സൈസ് എന്നുള്ള കമാൻഡാണ്. ആ പെൻ സൈസ് കമാൻഡ് നിൽക്കുന്നത് എൽസിൻ്റെ അലൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ബാക്ക് സ്പേസ് എന്ന കീ ആണ് ഉപയോഗിക്കുന്നത്. ബാക്ക് സ്പേസ് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ആ എൽസിന് തൊട്ട് താഴെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത കമാൻഡ് പെൻ സൈസ് എന്നുള്ളതാണ്. പെൻ സൈസ് ചേർക്കുന്നു. പിന്നീട് വരുന്നത് എല്ലാ കമാൻഡുകളും ഒരേ അലൈൻമെൻറ്റിൽ തന്നെയാണ്. ഫോർവേഡ് കമാൻഡ്, ഡോട്ട് എന്നുള്ള കമാൻഡ്, ലെഫ്റ്റ് എന്നുള്ള കമാൻഡ്. ഇത്രയും ടൈപ്പ് ചെയ്ത് നമ്മൾ ചേർക്കുകയാണ്. ചേർത്തതിന് ശേഷം ഇതൊന്ന് റൺ ചെയ്യാൻ പോവുകയാണ്. റൺ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ സേവിങ് നടക്കുക. നമുക്കിതൊന്ന് റൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. റൺ എടുത്തുകൊണ്ട് റൺ മൊഡ്യൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് നിർബന്ധമായിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിവിടെ റൺ ചെയ്യുന്നതോടൊപ്പം തന്നെ സേവ് ചെയ്യാനും കഴിയും. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓൾറെഡി ഹോമാണ് തുറന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് നീക്കിയാൽ അതിൻ്റെ exam10 എന്നുള്ള ആ ഒരു ഫോൾഡർ നമുക്കിവിടെ ലഭിക്കും.
ഇവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പറും ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ഒരു ചിത്രം അവിടെ തയ്യാറായി, ഒരു ഇമേജ് അവിടെ തയ്യാറായി വരുന്നുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് ഇതിൽ അനുയോജ്യമായ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് ആ പൈത്തണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 വിൻഡോ തുറന്നു വന്നിരിക്കുന്നതാണ്. ഒന്ന് ഗ്രാഫിക്സ് വിൻഡോ ആണ്, മറ്റൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വിൻഡോ ആണ്, മറ്റൊന്ന് ആദ്യം ലഭിച്ച ഷെൽ വിൻഡോ ആണ്. ഇത് നമുക്ക് തൽക്കാലം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ചിത്രം ഒന്ന് പരിശോധിച്ചാൽ പർപ്പിൾ കളറാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ആ പർപ്പിൾ കളറ്, അതുപോലെ തന്നെ പിങ്ക് കളർ, നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കിയാൽ ഈ 2 കളറുകളിൽ മാത്രം മാറ്റം വരുത്തിയാലാണ് അടുത്ത കളറ് ലഭിക്കുക. നമുക്കിതിലെ പർപ്പിൾ എന്ന് കാണുന്ന ഭാഗത്ത് ബ്ലാക്ക് എന്ന് കൊടുക്കാം. അതുപോലെ പിങ്ക് എന്ന ഭാഗത്ത് ബ്ലൂ എന്നും നൽകാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. നേരത്തെ തന്നെ സേവ്ഡ് ആയതുകൊണ്ട് അതിലേക്ക് ഈ പുതിയൊരു പ്രോഗ്രാം റീപ്ലേസ്ഡ് ആയി വന്നോളൂ. നമ്മുടെ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോഗ്രാം സമർപ്പിക്കാനായിട്ട് കഴിയും. ഇത് ഓൾറെഡി തന്നെ സേവ്ഡ് ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇത് നമുക്കിത് ക്ലോസ് ചെയ്യാം.